നമോ ഭഗവതേ വാസുദേവായ. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ശ്രീമന്നാരായണീയം ദശകം 81. സുഭദ്രാഹരണം, കാളിന്ദി പരിണയം, നരകാസുരവധം. ശ്ലോകം 3. തത്ര ക്രീഡന്നപി ച യമുനാകൂലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരമഗമഃ ഖാണ്ഡവപ്രീണിതാഗ്നിഃ ഭ്രാതൃത്രസ്താം പ്രണയവിവശാം ദേവ പൈതൃഷ്വസേയീം രാജ്ഞാം മധ്യേ സപദി ജഹൃഷേ മിത്രവിന്ദാമവന്തീം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. തത്ര ക്രീഡൻ അപി ച യമുനാകൂല ദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരം അഗമഃ ഖാണ്ഡവ പ്രീണിതാഗ്നിഃ ഭ്രാതൃത്രസ്താം പ്രണയ വിവശാം ദേവ പൈതൃഷ്വസേയീം രാജ്ഞാം മധ്യേ സപതി ജഹൃഷേ മിത്രവിന്ദാം അവന്തീം. അർത്ഥം: ദേവ പ്രഭോ, അപി ച കൂടാതെ പിന്നെയും, തത്ര അവിടെ, ക്രീഡൻ ത്വം സഹർഷം ക്രീഡിക്കുന്നവനായ അങ്ങ്, യമുനാകൂലദൃഷ്ടാം യമുനാതീരത്തിൽ കാണപ്പെട്ടവളായ, താം ആ, കാളിന്ദീം കാളിന്ദിയെ, ഗൃഹീത്വ കൈപിടിച്ചിട്ട്, ഖാണ്ഡവ പ്രീണിതാഗ്നി ഖാണ്ഡവ വനദാഹം കൊണ്ട് അഗ്നിയെ സന്തുഷ്ടനാക്കിയവനായി, നഗരം നഗരത്തിലേക്ക്, അഗമ പോയി, ഭ്രാതൃത്രസ്താം സഹോദരന്മാരെ ഭയന്നവളും, പ്രണയവിവശാം പ്രണയത്താൽ അവശയും, പൈതൃഷ്വസേയീം പിതൃസഹോദരീ പുത്രിയും, അവന്തീം അവന്തി രാജകുമാരിയുമായ, മിത്രവിന്ദാം മിത്രവിന്ദയെ, രാജ്ഞാം മധ്യേ രാജാക്കന്മാരുടെ മധ്യത്തിൽ വെച്ച്, സപതി വേഗം, ജഹൃഷേ അപഹരിച്ചു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. തത്ര ക്രീഡൻ അപി, ക്രീഡന്നപി, ക്രീഡ് ഡ എന്നുള്ളത് ടാ ഠ ഡ, മൂന്നാമത്തെ ഡ എന്നാണ്. യമുനാകൂലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരമഗമഃ, അവിടെ വിസർഗം, നഗരം അഗമ അത് ചേർത്തിട്ടാണ് നഗരമഗമ. ഖാണ്ഡവ പ്രീണിതാഗ്നി, അവിടെയും വിസർഗം. ഖാണ്ഡവ, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ണ്ട് ണ ഡ എന്നാണ്, ണ്ട് എന്നാണ് അതിൻ്റെ ഉച്ചാരണം. ചെണ്ടട ഉണ്ടാന്നായി പോവരുത്, ണ്ട് എന്നാണ്, ണ ഡ. ഖാണ്ഡവ പ്രീണിതാഗ്നി, അവിടെ വിസർഗം. ഭ്രാതൃ, ഭ്ര എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ത്രസ്താം ചേർത്തിട്ട്, ഭ്രാതൃത്രസ്താം പ്രണയ വിവശാം ദേവ, അവിടെ മെല്ലെ നിന്ന് നിർത്താം. പൈതൃഷ്വസേയീം പൈതൃഷ്വസേയീം രാജ്ഞാം, ജ്ഞാം എന്നുള്ള ജ ஞ എന്നാണ്, മധ്യേ ധ്യേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സപതി ജഹൃഷേ, ഹ്രി അത് ശ്രദ്ധിച്ചോളൂ, അക്ഷരം ഹ്രി. മിത്രവിന്ദാം അവന്തീം ചേർത്തിട്ട്, മിത്രവിന്ദാമവന്തീം നീട്ടിയിട്ട് മുർക്കം. തത്ര ക്രീഡന്നപി ച യമുനാകൂലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരമഗമഃ ഖാണ്ഡവപ്രീണിതാഗ്നിഃ ഭ്രാതൃത്രസ്താം പ്രണയവിവശാം ദേവ പൈതൃഷ്വസേയീം രാജ്ഞാം മധ്യേ സപതി ജഹൃഷേ മിത്രവിന്ദാമവന്തീം.
അടുത്തത് 4-ാമത്തെ ശ്ലോകം. സത്യാം ഗത്വാ പുനരുദവഹോ നഗ്നജിന്നന്ദനാം താം ബദ്ധ്വാ സപ്താപി ച വൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാത് ഭദ്രാം നാമ പ്രദദുരഥ തേ ദേവസന്ദർദനാദ്യാസ്തത്സോദര്യാം വരദ ഭവതസ്സാപി പൈതൃശ്വസേയി. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. സത്യാം ഗത്വാ പുനർ ഉദവഹോ നഗ്നജിത് നന്ദനാം താം ബദ്ധ്വാ സപ്താപി ച വൃഷവരാൻ സപ്തമൂർത്തിർ നിമേഷാത് ഭദ്രാം നാമ പ്രദദുർ അഥ തേ ദേവ സന്ദർദനാദ്യാ തത് സോദര്യാ വരദ ഭവത സാപി പൈതൃശ്വസേയി. അർത്ഥം: ദേവ ഭഗവൻ പുന അനന്തരം ഗത്വ പോയിട്ട് സപ്തമൂർത്തി 7 ശരീരത്തെ ഒന്നിച്ചു വഹിക്കുന്ന നിമേഷാത് നിമിഷം കൊണ്ട് സപ്തവൃഷവരാൻ അപി 7 കാളകളെയും ബദ്ധ്വ പിടിച്ചു കെട്ടിയിട്ട് താം അങ്ങയിൽ അനുരക്തയായ നഗ്നജിന്നന്ദനാം നഗ്നജിത് എന്ന രാജാവിൻ്റെ പുത്രിയായ സത്യാം സത്യയെ ഉദവഹ വിവാഹം കഴിച്ചു. അഥ പിന്നീട് സന്ദർദനാദ്യ സന്ദർദനൻ തുടങ്ങിയവർ തത്സോദര്യം അവരുടെ സഹോദരിയായ ഭദ്രാം നാമ ഭദ്ര എന്നു പേരായ കന്യകയെ തേ അങ്ങേക്കായിക്കൊണ്ട് പ്രദദു കൊടുത്തു. വരദ അല്ലയോ ഭക്താഭിലാഷദാതാവായ ഭഗവാൻ, അപി അവളും ഭവത അങ്ങയുടെ പൈതൃശ്വസേയി പിതാവിൻ്റെ അനന്തിരവളാകുന്നു. ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. സത്യാം ഗത്വാ പുനർ ഉദവഹോ ചേർത്തിട്ട് പുനരുദവഹോ, നഗ്നജിത് നന്ദനാം താം ചേർത്തു ചൊല്ലുമ്പോൾ നഗ്നജിന്നന്ദനാം താം ബദ്ധ്വാ ധ്വ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സപ്താപി ച വൃഷവരാൻ സപ്തമൂർത്തിർ നിമേഷാത് ചേർത്ത് ചൊല്ലുമ്പം സപ്തമൂർത്തിർ നിമേഷാത് നീ ഡബിളായിട്ട് ചൊല്ലണത്. ഭദ്രാം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. നാമ പ്രദദുരഥ പ്രദദുർ അഥ ചേർത്തിട്ടാണ് പ്രദദുരഥ. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തേ ദേവ സന്ദർദനാദ്യാ തത് സോദര്യ ചേർത്ത് ചൊല്ലുമ്പോൾ ദേവസന്ദർദനാദ്യാസ്തത്സോദര്യാം വരദ അവിടെ നിന്ന് മെല്ലെ നിർത്താം. ഭവത അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സാപി എന്നുള്ളതിന് ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ ഭവത സാപി 2 സാന്ന് വേണം. പൈതൃശ്വസേയി സത്യാം ഗത്വാ പുനരുരുദവഹോ നഗ്നജിന്നന്ദനാം താം ബദ്ധ്വാ സപ്താപി ച വൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാത് ഭദ്രാം നാമ പ്രദദുരഥ തേ ദേവസന്ദർദനാദ്യാസ്തത്സോദര്യാം വരദ ഭവതസ്സാപി പൈതൃശ്വസേയി. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.